ഫുള്ളായി ആളുകൾ അറിയണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും നല്ല വൈബിൾ ഒരു സ്ഥലം ഉണ്ടെന്ന്. അപ്പൊ ഇടനിലക്കാരില്ലാണ്ട് മാർക്കറ്റിന് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അല്ലേ? സുഖമായി കിടക്കാം. മേഘം മറിഞ്ഞു കഴിഞ്ഞാൽ ആള് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ ആള് ഭയങ്കര രസാട്ടാ കാറ്റ് കൊണ്ട് വിട്ടിരിക്കാൻ. ശരിക്കും ചേട്ടാ നീന്തൽ അറിയോ? വട്ടം കറങ്ങി നടക്കണ് കണ്ടോടാ. ചേട്ടാ അനന്തഭദ്രത്തിലത്തെ ഗുഹയിൽ കയറുന്ന പോലെയാണ് വരുന്നത്. സൂപ്പർ കൊത്തു പൊറോട്ട. കുഞ്ഞമാവുമ്പോ മാവുകള് കുഞ്ഞമാവുമ്പോ മാവുകള്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് പുള്ള് പാടത്തേക്ക് വന്നിരിക്കുകയാണ്. പാടം കാണാനില്ല, നമ്മള് ഇവിടെ ഒരു പാടത്തേക്കാണോ? പുള്ള് പാടത്തെയാണ്. ബോർഡ് അങ്ങോട്ട് പോയാ മതി. ലോയേഴ്സ് ഫാം ഹൗസ് വിത്ത് പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പട്ടിക്കാട്ടത്തിൽ ചവിട്ടണ്ട. ആ ചേട്ടൻ പറഞ്ഞു ഇത് ശാസ്താംകടവ് പാടാണ്, പുള്ളു പാടല്ലാന്ന്. ഇതിന്റെ അപ്പുറത്തെ ഇത് ഈ പാടത്തിന്റെ പേര് ശാസ്താംകടവ് എന്നാണ്. ഈ സ്ഥലത്തിന്റെ ശാസ്താംകടവ് എന്ന പേര് അങ്ങോട്ട് നീ കഴിഞ്ഞ പുള്ളായിട്ടാ പുള്ളായി. ചേട്ടന്റെ പേര് എവിടെയാ വീട്? ഇവിടെ അടുത്തന്നെ വീടല്ലേ? കൊയ്ത്തുണ്ടല്ലേ? ചേട്ടൻ എവിടെ ഉണ്ടാ? അതെ, ഹരിഹര അയ്യരെ സ്ഥലത്തിന്റെ അറിയോ? അപ്പുറത്തെ. അപ്പൊ നമ്മള് ഇവിടേക്ക് വന്നോക്കണേ. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ പോണ സമയം 5:15 ആയിട്ടാ. പക്ഷെ എന്നാലും വെയില് ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. അതേ സമയം ഇപ്പോൾ 5:30 സമയം. ഈ റോഡിലൂടെ പറയട്ടെ, ജഗ് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് വെറുതെ അവിടെ നെയ്ത്ത് നടക്കണ്ടെന്ന്. കൊയ്ത്ത് മെഷീനില്ലേ, യന്ത്രം അതവിടെ കൊയ്ത്തിന് ഒരക്ഷരം മാറിയിട്ടുള്ളൂ അല്ലേ ജഗ്ഗു? ഇതിപ്പോ ഒരു കുഴപ്പമാക്കിട്ട് ഇത്ര പറയാനുള്ള അല്ലല്ല. അപ്പൊ ഇതേ ഇവിടെ കൊയ്ത്ത് നടക്കണ്ടല്ലേ? ഇതൊക്കെ നെല്ല് കയറ്റാൻ വന്ന വണ്ടിയല്ലേ? കൊയ്ത്ത് മെഷീൻ വന്ന വണ്ടിയിലല്ലേ? ശരി ശരി. മനോഹരമായ സ്ഥലമാണ് ഇട്ടത്. വണ്ടി കയറി പോണം നമ്മള്. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ ഫാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ അതിനാണ് ഇവിടെ നിർത്തിയത്. അതെ, ഈ വഴി കോടന്നൂര് സെന്ററിൽ നിന്ന് ശാസ്താംകടവ് വഴി. അതന്നെ, ശാസ്താംകടവ് പുള്ളു വഴി. ആ വഴി ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഇവിടുന്ന് പാടം സ്റ്റാർട്ട് ചെയ്യും. ആ പാടം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഈ ഇടത്തോട്ടുള്ള വഴി വഴിയിലെ ഇവിടെ ഫാമതേ കാണുന്നത് അവിടെ. നമ്മുടെ ഫാം അല്ലാട്ടാ, നമ്മുടെ സുഹൃത്തിന്റെ അങ്ങോട്ട് വന്നതാ ഞങ്ങള്. അഡ്വക്കേറ്റ് ചാണ്ടി അവിടേക്ക് വന്നതാ. അപ്പൊ ശരി കയറാ. അറിയോന്നാ അല്ലേ? അപ്പൊ ശരി കാണാം. അപ്പൊ നമ്മള് ലോയേഴ്സ് ഫാമിന്റെ അരികെ വണ്ടി പോണത് കണ്ടില്ലേ? വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ ഇവിടെ മനോഹരമായ പാടമാണ്. അപ്പൊ പാടം വലിയ മനോഹരം തോന്നുന്നില്ല. കൊയ്ത്ത് നടക്കാണ്. വർഷക്കാലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ നല്ല ഭംഗിയായിരിക്കും. നിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസം. ഇങ്ങനെ കാറ്റ് ഇങ്ങനെ വരും. നമുക്ക് മറ്റേ എന്താ പറയാ, ക്ഷീണം തോന്നണ പോലത്തെ കാറ്റല്ല, നല്ല രസമുള്ള തഴുകി ഒഴുകി വരുന്ന കാറ്റ്. അസ്തമന സൂര്യൻ തോട്ടിലേക്ക് വീഴാറായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:30. അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ട്, പണിക്കാരുണ്ട്. അല്ലൻ ചേട്ടന് കുറച്ച് നാളായിട്ട് ഇവിടെ പണി. വൈകുന്നേരം ആയി കഴിഞ്ഞാ നെല്ല് കേറ്റലേ. അപ്പൊ ഈ ഫാമിന്റെ സൈഡാണ് ഭാഗമാണ് കേട്ടത്. ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോവാം. ആരുടെയാണ് ഈ ഫാം അത് പറയും? ഇത് നമ്മുടെ സുഹൃത്ത് ചാണ്ടിയില്. നമ്മൾ ഒരു തവണ ഒരു ജൈവ കർഷകനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചാണ്ടിയിലെ വാഴകൃഷി അങ്ങനത്തെ കുറച്ച് കൃഷി. പശുക്കളുടെ ഫാം. ആ ഫാമിൽ നിന്നുള്ള മറ്റേ തൊഴുത്തിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ, തൊഴുത്ത് കഴുകണതും പശുക്കളെ കുളിപ്പിക്കണതും പശുക്കളുടെ മൂത്രം അങ്ങനെയുള്ള എല്ലാം കൂടി പോണത് വാഴത്തോട്ടത്തിലേക്ക്. ചാലുകളായിട്ട് ഒന്നും വേറെ വാഴകൾക്ക് ഒന്നും ചെയ്യില്ല. അതിന്ന് ആ വാഴകളുടെ കന്നുകൾ പറിച്ചു കുഴിച്ചിടുകയോ ഒന്നും ചെയ്യില്ല. വാഴകളൊക്കെ പ്രകൃതിദത്തമായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊല കിട്ടും. അത് ആള് വെട്ടിക്കൊണ്ടുപോയി അങ്ങനെ അയ്യന്തോട് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ആ ആളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടാവണ നേന്ത്രപ്പഴല്ലേ, അതിന്റെ അതേ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരു കൊല കൊണ്ടുവന്നിട്ട്
ഓർമ്മയുണ്ടാവില്ല, കുറെ നാളായിണ്ട്. അപ്പൊ ആ ചാണ്ടി ഈ വഴി എങ്ങടാ പോണേ? ഇത് അങ്ങോട്ട് പോവാം, കൊറേ ദൂരം പോയി. അത് എവിടെ ചെന്ന് മുട്ടും? അത് അങ്ങനെയാണ് പോവാം. എത്ര ഉള്ളു? അല്ല, നമ്മളെ ഇങ്ങട് വന്നപ്പോ ഈ വഴി കൂടാണ്ട് പാലക്കൊന്നും വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ? പാലക്കൽ നിന്നല്ല, നമ്മുടെ ഈ കുറേ വഴികളുണ്ട്. മനക്കൊടിന്ന് വരാം, ഇവിടുന്ന് കുണ്ടോളിക്കടവ് ഷാപ്പിൻ്റെ അവിടെ നിന്ന് പുള്ളു വഴി മഞ്ജുവാരി വീടുണ്ടായില്ല ഇങ്ങനെ വരാം. പിന്നെ ഈ കോടന്നൂർ വഴിക്ക് വരാം. അങ്ങനെ ഇങ്ങോട്ട് വരുന്നവർക്ക് ഷാപ്പിൽ പോവാ അല്ലേ? കുണ്ടോളിക്കടവ് ഷാപ്പിൽ പോവാം. അതെ, ഷാപ്പല്ലേ, പുള്ളു ഷാപ്പ് എന്ന് പറഞ്ഞേ. ലേശം പോയ പുള്ള് തട്ടുകടകളായി, പുള്ളു തട്ടുകടകള്. പിന്നെ അതിന്റെ അവിടെ തന്നെ കൊട്ടവഞ്ചി ഇല്ലേ, മറ്റേ വഞ്ചി, അതില് കേറി പോരാം. അതൊക്കെ നേരത്തെ വരണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു അങ്ങോട്ടൊക്കെ പോവാൻ വേണ്ടിട്ട്. പോവാം ഈ നേരത്താ? പിന്നെ ഇപ്പോഴാണ് പോവാ. അപ്പൊ നമ്മൾ എങ്ങടെ ഒരു മിനിറ്റ്, അപ്പൊ നമ്മൾ എന്തിനാ അങ്ങോട്ട് വന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ചാണ്ടിയുടെ ഫാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് 1 ഏക്കർ സ്ഥലത്ത്, അതിൻ്റെ ചേർന്നിട്ട് തന്നെ ഒരു 1.5 ഏക്കർ സ്ഥലം, മാവും തോപ്പ് പോലെ ഭയങ്കര രസമാണ് അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ. അതിൻ്റെ ഉള്ളില് ഒരു 3 റൂമും പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടൊരു സെറ്റപ്പ്, ഒരു ഹാള് പോലെയൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് മൊത്തം പാടം, പിന്നെ പറമ്പുകള്. അങ്ങനെ ഒരാളും നമ്മളെ ശല്യം ചെയ്യാനില്ല, നമുക്ക് അങ്ങോട്ട് അടിച്ച് പൊളിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആള്. അപ്പൊ അതിന്റെ ഞായറാഴ്ച 2 ദിവസം മുന്നേ അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ആദ്യമായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ് ആള്. ഇവിടെ ഒരു ദിവസം താമസിച്ച് ഒരു വീഡിയോ അപ്പൊ അതായത് ഇങ്ങനെ ആക്കിയാലും ആളുകൾ അറിയണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും നല്ല വൈബിൾ ഒരു സ്ഥലം ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് നമുക്ക് പുള്ളിയിലേക്ക് പോവാം. അങ്ങോട്ട് പോയിട്ട് പുള്ളിയിലേക്ക് പോവാ. അപ്പൊ ഇത് അതിന്റെ ഏരിയ കേട്ടാ. ഇത് അതിർത്തിയാണ്. ഒക്കെ കമ്പി വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. പിന്നെ നിറയെ മാവാണ്, കുറേ മാവുമ്പോ ഇങ്ങനെ മാങ്ങകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. തെങ്ങുമ്മ ചെളിയുണ്ട്. ചെളിയുണ്ട്. അല്ല, ചെളി എന്ന് പറഞ്ഞ ഇവിടെ ചെളിയുണ്ട് എന്ന് പറഞ്ഞ അല്ല, ഞാൻ തെങ്ങുമ്മ നാളികേരണ്ട് ചെളി ഉണ്ടെന്നല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇതാണ് നമ്മുടെ ലോയേഴ്സ് ഫാമിന്റെ ബോർഡ് കണ്ട. ആൾക്ക് കൃഷിയിൽ കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടാ, മറ്റേ ഈ ജൈവ കർഷകരുടെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കടക്കാനായിട്ടുള്ള ഗേറ്റ് ആണിത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോഴിയും താറാവും അവിടെയൊക്കെ വളർത്തുന്നുണ്ട് ആള്. അങ്ങോട്ട് നമ്മൾ പോകണ്ടിപ്പോ. അത് എന്തിട്ടാ വേണ്ടെന്ന് വെച്ചെങ്കിൽ പറയുകയാണെങ്കിൽ അതിന് ഒരു കുക്കൊക്കെ ഇവിടെ ഉണ്ട്. കോഴി വേണോ താറാവ് വേണോ എന്ന് പറഞ്ഞാൽ മതി, ആൾ പിടിച്ച് ശരിയാക്കി തരും. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടക്കാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ സുഹൃത്ത് ചാണ്ടീനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ലാൽ ജോസിന്റെ ശബ്ദമുള്ള അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാൽ ജോസ് കൃഷിക്കാരനാണ്, കർഷകനാണ്, ജൈവ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ലോയറാണ്, തൃശ്ശൂരത്തെ ക്രിമിനൽ ലോയറാണ്. പക്ഷെ കൃഷിയോടുള്ള അത്യധികമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണു അല്ലേ? അപ്പൊ ആള് ഇങ്ങനെ ഇവിടെ ചെയ്തതാണ്. അപ്പൊ എന്തെങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കാൻ തോന്നാൻ കാരണം? ഇല്ലേ, നമ്മളിപ്പോ ഒരു കൃഷിക്കാരന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ചെറിയൊരു മാർഗം നമ്മൾ ചെയ്തു മാത്രം. കൃഷിക്കാര് പിന്നെ ഈ പച്ചക്കറി ഇടനിലക്കാര് ഇത് കൊണ്ടുപോയി നമുക്കപ്പോ ഒരു ചെറിയൊരു വരുമാനം കൃഷിക്കാരന് മറ്റു കൃഷിക്കാർ ഇതുപോലെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് സ്ഥലമുള്ളവർ കൃഷിയിലൊപ്പം ഒരു വരുമാന മാർഗം. കൃഷി കൊണ്ട് മാത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കുറെ പേര് ഇതൊക്കെ കാണാനും കൃഷിയിടങ്ങളിൽ നിന്നും അതൊക്കെ പൊട്ടിച്ച് ഇതൊക്കെ കയ്യോടെ ഉണ്ടാക്കി കഴിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കണവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളവരുണ്ടാവും അല്ലേ? അപ്പൊ അവർക്കൊക്കെ നമ്മളിങ്ങനെ വരുമ്പോ അവർക്ക് ഇപ്പൊ മാങ്ങ വേണം, ഒരു 5 കിലോ മാങ്ങ വേണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണം. അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. അതിനൊരു ചെറിയ മിതമായിട്ടുള്ള ഇതിൽ കൊടുക്കാം. കോഴിയെ താറാവൊക്കെ. അപ്പോ ഇടനിലക്കാരില്ലാണ്ട് മാർക്കറ്റിന് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അല്ലേ? വാങ്ങണം എന്നുള്ളവർക്ക് വലിയ സംഭവം ഇവിടുത്തെ വലിയ ഹാളാണ്. ഒരു ഹാളിന്റെ അവിടെ ഇവിടെ കുഞ്ഞു പരിപാടിയൊക്കെ വേണമെങ്കിൽ നടത്താം. നമുക്ക് വല്ല ബർത്ത്ഡേ പാർട്ടി 50 പേരുടെ പരിപാടിയൊക്കെ. അതിന് മുന്നൊരു കാര്യം പറഞ്ഞു, ഇത് കണ്ടുപരിചയം തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആള് വാങ്ങിച്ചതാ അല്ലേ? മണ്ണുത്തിന്ന് 2 ജോഡി വാങ്ങിച്ചു വരുന്നവർക്ക് ഇവിടെ നിന്ന് കഴിക്കാനായിട്ടേ വർത്താനം പറയാം, ഭക്ഷണം കഴിക്കാം, സ്മോൾ അടിക്കാം, എന്തൊക്കെ വേണ്ട ചെയ്യാം, പാട്ട് പാടാം, മണിയുടെ പാട്ട് പാടാൻ വേണമെങ്കിൽ പുസ്തകം നോക്കിയിട്ട്. അപ്പൊ ഇത് 2 അല്ലേ? 2 അടിപൊളിയുണ്ട്. പിന്നെ ഒരു ഓപ്പൺ അടുക്കളയുണ്ട് കേട്ടാ. ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു പാചകം ചെയ്യാവുന്ന സെറ്റപ്പ് ഉണ്ട്.
അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ ആളുണ്ട് കേട്ടാ, നമുക്ക് എന്തിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഉണ്ടാക്കി തരും. അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം. ആ അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ കുടിക്കാനായിട്ട് ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജില് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് തരണം. അടച്ചു അപ്പൊ അത് കണ്ടു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഘടകം ഇവിടെ ഒരു കുഞ്ഞൊരു സ്വിമ്മിംഗ് പൂള്. അത് ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഇത് എത്രയുണ്ട് ആഴം? വാ, അപ്പൊ ഈ വെള്ളം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തിട്ട് വെള്ളം തോന്നും. സാധാരണ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാലോ. ആ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ കുളത്തിൽ നിന്ന്, ഇവിടെ തന്നെ കുളം ഉണ്ട്, പാടാണല്ലോ, ആ കുളത്തിൽ നിന്ന് അടിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് ഇട്ടേക്കണ വെള്ളമാണിത്. പിന്നെ ഇവിടെ മറ്റേ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഫിൽട്രേഷൻ നടന്നിട്ട് ഇങ്ങനെ തിരിച്ചിതിലേക്ക് തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് ഒന്നും ഇല്ല. അതാവുമ്പോ നമുക്ക് കുറെ നേരം സ്വിമ്മിംഗ് പൂളിൽ കിടക്കാൻ പറ്റില്ല. നമ്മുടെ മുടി സ്കിന്നിനൊക്കെ ഇത് വരും, കാരണം ബ്ലീച്ച് ഇതുണ്ടാവില്ല, ക്ലോറിൻ ഉണ്ടാവും ആ വെള്ളത്തിൽ. ഇപ്പൊ നമ്മള് കരി വെള്ളാറങ്കല് മെറ്റലൊക്കെ ഇട്ടിട്ട് ഫിൽട്ടർ ചെയ്തിട്ടാണ്, അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇങ്ങനെ വെള്ളം. എന്നിട്ട് പിന്നെ ഒരു കൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം കളയും. ഇവിടെ നനയ്ക്കാനും എല്ലാത്തിനും എടുക്കാലോ. അപ്പൊ ആ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം അടിച്ചു. അങ്ങനെയാണ് കേട്ടാ ഈ ഇതിന്റെ. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കുളല്ലേ, പറമ്പിലൊക്കെ പണ്ടത്തെ കുളം. കിട്ടും, വൃത്തിയിലാക്കിയെന്ന് മാത്രം. ചുറ്റും മറ്റേ മണ്ണും ഇതൊന്നും ഇടിഞ്ഞു വരില്ല എന്ന് മാത്രം. പരിപ്പാരം ഇങ്ങനെയൊക്കെയുണ്ട്. പൂളിൽ നിന്ന് കേറുമ്പോ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ ടാപ്പൊക്കെ ഉണ്ട്. ഇനി നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാനുള്ള കുറെ റെഡി ആയിട്ടാണ് നിക്കണത് കുളത്തിലേക്ക്. ജഗുന് ഇപ്പൊ ചാടണം എനിക്ക്. അപ്പൊ പിന്നെ ഇങ്ങനെ ഇരിക്കാനുള്ള സാധനങ്ങള് വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ തിരിച്ചിടേണ്ടതായിരുന്നു അല്ലേ, കുളിക്കണ് കാണാൻ കുളിക്കാത്തവർക്ക്. അപ്പൊ പിന്നെ ഇനി വേണമെന്നുള്ളവർക്ക് ഇതേ ഊഞ്ഞാല് ആടിക്കൊണ്ടിരിക്കണമെങ്കിൽ, വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. നന്നായിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗിയുണ്ട് മാത്രല്ല നല്ല രസമുണ്ട്. ഈ സാധനം വീടുകളിലെ ആളുകൾക്ക് സെറ്റ് ചെയ്യാന്നുള്ളൂ അല്ലേ? ഇത് ഇപ്പോന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് സമയല്ലേ, പക്ഷെ ഇവിടെ ഉഷ്ണം എന്ന് പറഞ്ഞ സംഭവല്ലേ. ഇവിടെ ഫാനൊന്നും ഇട്ടിട്ടില്ല. ഫാനൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഫാനൊന്നും ഇട്ടിട്ടില്ല. ഇതേ കണ്ട, അത് മോളിക്ക് കയറുള്ള ഫോണി. ഓ സോറി, കഴിഞ്ഞിട്ടില്ലേ പണിയില്ല. കേറിക്കോ. മറ്റേ കൊയ്ത്ത് യന്ത്രത്തിന്റെ ശബ്ദമാണ് കേൾക്കണത്. കയറാൻ പറ്റുമോ? കയറാനായിട്ട് കേൾക്കുവോ? പിന്നെ ഇവിടെ ഇറക്കാനായിട്ട് ഫയർഫോഴ്സിന് വിളിക്കേണ്ടി വരും. അവന് കുഴപ്പമില്ല. ആ, ഇതാണ് സാധനല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ്, ഓപ്പൺ അടുക്കള, ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, ഊഞ്ഞാല്, സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇനി റൂമുണ്ട്. ഇവിടെ ഇങ്ങനെ തിണ്ണകളൊക്കെ ഉണ്ട്, ഇരിക്കാം, കിടക്കാം, ഒക്കെ ചെയ്യാം. അതേ ഇനിയിപ്പൊ കിടന്ന് കാണിച്ചു തരൂ. ചേട്ടന് പറഞ്ഞാ പോരെ, കാണിച്ചു തരണം. സുഖമായിട്ട് കിടക്കാം. നമുക്ക് റൂമിലേക്ക് കിടക്കാം. പാട്ടൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ട് ഡാൻസ് കളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്പീക്കറും ഒക്കെ ഉണ്ട്. കരാക്കെ മൈക്കൊക്കെ ഉണ്ടാ? അപ്പൊ കരാക്കെ വെച്ച് പാട്ട് പാടണം എന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടാ. ആരും അയലക്കത്തുനിന്ന് ആരും നോയ്സ് കൊണ്ട് ശല്യം പറഞ്ഞിട്ട് വരില്ല. ആരും പരാതി പറഞ്ഞിട്ട് വരില്ല. ഫസ്റ്റത്തെ റൂമിലേക്ക് നമുക്ക് കയറാം. AC റൂമാണ്. TV ഉണ്ട്, ഫാൻ ഉണ്ട്. ആ, ചെറിയൊരു ഷെൽഫ്, അത്യാവശ്യം നമ്മുടെ ഡ്രസ്സും എല്ലാം ഇവിടെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരു ചെറിയൊരു കബോർഡൊക്കെ ഇട്ട്, പിന്നെ ബെഡ്റൂം, ഒരു ബാത്റൂം. ഇനി നമുക്ക് അപ്പുറത്തെ റൂമിൽ കാണാം. അതിന് 3 റൂമാണുള്ളത് കേട്ടാ. ഇതൊരെണ്ണം, വേറെ രണ്ടാമത്തെ. മൂന്നാമത്തെ റൂം. ഇത് AC ഉണ്ട്, TV ഉണ്ട്. AC, ബാത്റൂം പിന്നെ അതേപോലെ തന്നെ. അതുപോലെ തന്നെ ഒരു ബാത്റൂം.
ഇവിടെ ചെറിയ പരിപാടികൾ ഒരു 50 പേരുടെ ഒക്കെ ഈ ബർത്ത്ഡേ പാർട്ടികൾ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അല്ലെങ്കിൽ വെറുതെ ഫാമിലി ഗെറ്റ് ടുഗദർ അതൊക്കെ നടത്താം. അതിന് ഒരു ദിവസം 15,000 രൂപയെ വരുന്നുള്ളൂ ചാർജ്. 40-40 വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇത്രയും പേർക്ക് ഇതേ കണ്ടില്ല, ഇത് ഒക്കെ ഉപയോഗിക്കാം. പൂളും ഈ റൂമുകളും ഒക്കെ ഉപയോഗിക്കാം. എല്ലാം ഉപയോഗിക്കാം. അപ്പൊ 50 പേര് വരാണെങ്കിൽ 50 പേരും സ്റ്റേ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ പായകളൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നിരത്തി പായൊക്കെ ഇട്ടിട്ട് കിടക്കാം. അപ്പൊ ഫുഡൊക്കെ അപ്പൊ പുറത്തുനിന്ന് ഏൽപ്പിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ 50 പേർക്കുള്ള ഫുഡ്, ചെയർ, ടേബിൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ പുറത്ത് ഏൽപ്പിക്കേണ്ടി വരും. പക്ഷെ നമുക്കിതൊരു 24 മണിക്കൂർ സമയത്തേക്ക് അത് ഉപയോഗിക്കും. ഇപ്പൊ അടുത്ത ഞായറാഴ്ച ഒരു ബുക്കിംഗ് ആയിട്ടുണ്ടെന്നാ പറയണ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ. ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ ഇരുട്ടായി തുടങ്ങി. പുറത്തിറങ്ങിയിട്ടുള്ള ഇതൊക്കെ കാഴ്ചകളൊക്കെ നാളെ രാവിലെ കാണിച്ചു തരാട്ടാ. ഇനി ഞങ്ങള് ഇവിടെ മീൻ അങ്ങോട്ട് പോവാ, പുള്ളിലേക്ക് പോവാ. പുള്ളി വരെ പോയിട്ട് വരണേ. പുള്ളി വരെ ഒന്ന് പോയിട്ട് വരാം. പുള്ളിന്റെ അപ്പുറത്ത് കുറച്ച് നീങ്ങി കഴിഞ്ഞ് മഞ്ജുവാരി വീട് തൊട്ടപ്പുറത്ത് നീങ്ങി കഴിഞ്ഞ് കുണ്ടോളിക്കടവ് പുള്ളി ഷാപ്പായി. ഫേമസ് ഷാപ്പ് അറിയാലോ, എല്ലാം അടുത്തടുത്താണ്. അതിന് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് വൈകുന്നേരത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് അങ്ങോട്ട് വേണമെങ്കിൽ കറങ്ങിയൊക്കെ വരാം. അപ്പൊ ഞങ്ങൾ ഒന്ന് കറങ്ങിട്ട് വരാം. ഞങ്ങൾ പുള്ളി വരെ പോയിട്ട് വരാം. സൂര്യന്റെ ഇട വരുന്നതേടാ, ദേ വരുന്നു താഴ്ത്തിക്ക്. മേഘം മറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. നന്നായുള്ള നല്ല കാര്യം. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. നോ ചൊറിയും ജഗ്ഗു അങ്ങനെ തന്നെ ഇരുന്നിട്ട് കാഴ്ച കാണാതിരിക്കണോ? എണീക്കാൻ വയ്യാണ്ടാണോ? എണീക്കാൻ വയ്യ. അതെ നല്ലത് അതെ. സൂര്യൻ അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഇപ്പൊ സൂര്യൻ താന്നു പോകണം. ഇനിയിപ്പോ അങ്ങനെ കാണാൻ പറ്റില്ല. അതെന്ന് വെച്ചിട്ട് മേഘങ്ങള് താഴ്ന്നതിന്റെ ആ സമയത്ത് ചോക്കില്ലേ ഇവിടെ ഒരു എന്താ പറയാ അലോസരപ്പെടുത്തുന്ന ഒരു സംഭവം വെച്ചാൽ 3 കൊയ്ത്ത് യന്ത്രങ്ങളാണ് ഒരേ സമയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിറയെ കുക്കുകൾ നോക്കിയേ, 2 വർക്കേ ഉള്ളൂ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മള് പുള്ളിലേക്ക് പോകാൻ പോവാം. കിലോമീറ്റർ അല്ലേ ഉള്ളൂ, അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. വെള്ളത്തിൽ മീൻ പിടിക്കുന്നു കണ്ടാ, വെള്ളം കുടിക്കാൻ കണ്ട, വെള്ളം കുടിക്കുന്ന ആള് ചൂടെടുത്തിട്ടാ. നാടനാണ്ടി ഞാൻ കണ്ടത് ഇറങ്ങണത് അല്ല, പക്ഷെ അതിനെ ഒരു മറ്റേ ലാബ്രഡോറിന്റെ പോലെ. നാടനാ. മൂന്നാമത്തെ മെഷീൻ വർക്ക് തുടങ്ങിട്ടാ. കണ്ട, സൂര്യനും ചന്ദ്രനും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്ന്. ചന്ദ്രൻ ദാണ്ട സൂര്യൻ അവിടെ. പുള്ളില് മാത്രമാ ഭാരതപ്പുഴയുടെ അവിടെ കാണുന്ന ടൈപ്പ് പുല്ല്. ഓടിപ്പോണു. ആറ്റുവഞ്ഞി തോന്നുന്നു. ആറ്റുവഞ്ഞി പൂക്കളും അറിയില്ല. വാ പോവാം. അങ്ങനെ നമ്മളെ പുള്ളിലേക്ക് എത്തിയിട്ടാ. പുള്ളിയിലെത്തിയപ്പോ ഇവിടെ പാർക്കിംഗ് സ്ഥലം നോ പാർക്കിംഗ് ആണ് എഴുതി പോണത്. പക്ഷെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിൽ മുഴുവൻ തട്ടുകടകളുണ്ട് കേട്ടോ കുറെ. അപ്പൊ ആളുകളൊക്കെ വന്നു തുടങ്ങി, ഫാമിലികളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഈ കാറുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് കേട്ടാ. സമയം വൈകുന്നേരം 6:45 സമയം കേട്ടാ. പക്ഷെ നല്ല വെളിച്ചുണ്ട്. നല്ല വെളിച്ചുണ്ട്. ഇതാണ് ഇവിടുത്തെ തട്ടുകടകളുണ്ടാ. ഗണിതങ്ങൾ. അവിടെ കൊട്ടവഞ്ചികളുടെ സ്ഥലം. അവിടെ ബോട്ട്. 2 നായ്ക്കളുണ്ട്. അപ്പൊ നമ്മള് ഇതേ കൊട്ടവഞ്ചിയിൽ ആളുകൾ അങ്ങടാണ് തുഴഞ്ഞു പോണത് കേട്ടാ. ആളുകൾ അങ്ങടാണ് തുഴഞ്ഞു പോണത്. ഭയങ്കര രസാട്ടാ കാറ്റ് കൊണ്ട് ഇരിക്കാൻ ശരിക്കും. ഇല്ല എന്ത് രസാ. അപ്പൊ ചാണ്ടിയിലെ മറ്റേ ശരിക്കും കുറച്ച് വഴിയുള്ള ഒരു
ഇങ്ങനെ 1.5 കിലോമീറ്റർ നടന്ന് പതുക്കെ വരാം. ഇവിടെ മനോഹരമാണ്, നല്ല ഇളം കാറ്റ്. അപ്പം വഞ്ചിയിലേക്ക് പോയിട്ട് വരാം. ഇവിടെയാണ് പുള്ളില് വഞ്ചിക്കാരൻ കയാക്കിങ് ഉദ്ഘാടനം. ആളുകൾ തുഴഞ്ഞു കൊണ്ടുപോകണണ്ട, തുഴയാനായിട്ട് ആളുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോവാണ്. കണ്ടിട്ടുള്ളത് എപ്പോഴാന്നറിയോ? അഥർവം സിനിമയില് പുഴയോരത്ത് പൂന്തോണിയെത്തിയില്ല സിൽക്ക് സ്മിത കൊട്ടവഞ്ചി തുഴഞ്ഞു പോണതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടാ. എത്ര പൈസ? 200 രൂപയാണ് ഒരെണ്ണത്തിൽ 4 പേർക്ക് കയറാം. അതേ വരുന്നു എത്തി. കൊട്ടവഞ്ചിയിൽ യാത്ര നല്ല രസം. സരിത പാട്ട് പാടിയ പുഴയോരത്തിൽ. നമുക്ക് തുഴഞ്ഞു പോകാൻ പറ്റില്ലേട്ടാ? അതൊന്നും പറ്റില്ല, നമ്മൾ വിചാരിക്കണോടത്ത് നല്ല പോവാ. അപ്പൊ ചേട്ടന് വേണ്ടേ ലൈഫ് ജാക്കറ്റ്? ചേട്ടാ നീന്തലറിയോ? 6:30 വരെയാണ് കേട്ടാ പറ്റുള്ളൂ. അപ്പൊ നമ്മള് 6:30 ആയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കിപ്പൊ കേറാൻ പറ്റിയത്. ഞങ്ങളാണ് ലാസ്റ്റത്തെ ആൾക്കാർ തോന്നുന്നുണ്ട് കേട്ടാ. ഇനി വരുന്നവർക്ക് പറ്റില്ല. ഓ എത്ര മണി തൊട്ട് എത്ര മണി വരെ? രസാണ് കേട്ടാ. വൈബേ കാലത്ത് 7 മണി മുതൽ. കാലത്ത് 7 മണിക്ക് തൊട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ചാണ്ടിയിലെ ലോയേഴ്സ് ഫാമില് വന്നിട്ട് കാലത്ത് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതില് 7 മണി തൊട്ട് എന്താ പറയണെന്ന് അറിയോ? അത് കഴിഞ്ഞാൽ പിന്നെ 9 മണി 10 മണിക്ക് ആയി പിന്നെ വെയിലിന് ചൂട് കൂടുതല. രാവിലെ തന്നെ ആകുമ്പോ രസാ, നല്ല രസാട്ടാ കൊട്ട ഇതിൽ പോകാനായിട്ട്. നമ്മള് സാധാരണ വഞ്ചിയിൽ പോണേക്കാളും രസാണ്. ഇങ്ങനത്തേലൊക്കെ കേറാനായിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോണല്ലേ, മറ്റേ പുഴയ്ക്കൊക്കെ. നമ്മളോട് ഇല്ല അടിപൊളി സ്ഥലം. ഞങ്ങളുടെ ഒല്ലൂര്. അതായത് അങ്ങോട്ട് പോകുമ്പോ അപ്പുറത്തും തുഴയണം, ഇങ്ങോട്ട് പോകുമ്പോ ഇപ്പുറത്തും തുഴയണം. എന്നാലും കറക്റ്റ് നേരെ പോവുള്ളോട്ടാ, അല്ലെങ്കിൽ പോവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കണ് കണ്ടോടാ. അങ്ങനെ ഈ ഉമ്മാണിയുടെ പാട്ട് പാടില്ലേ? തോറ്റു. ഇന്നത്തെ വീഡിയോയിലത്തെ കമന്റ്സ് കാണണം. ചാർലി വിചാരിക്കാന്ന് ഇവിടെ എല്ലാം കൊണ്ടും സുഖ. ഈ ചേട്ടന്റെ പാട്ടൊഴിച്ച് എങ്ങനെയെങ്കിലും ആ ബുക്ക് കണ്ടെത്തി നശിപ്പിക്കണം പാട്ട് പുസ്തകം എന്ന് ചാർലി ചിന്തിക്കുന്നു. പിന്നെ ഒരാളെ കമന്റ് ചെയ്യണ്ട, പാലക്കാട് വരേണ്ടിയിരുന്നില്ലെന്ന് ചാർലി പറയണത്. പാലക്കാട് ഇടയില് പട്ടിട്ട് നോക്കിട്ട് എണിറ്റ് പോണതുണ്ടാ ഉണ്ടല്ലേ? ഉറങ്ങാനും സമ്മതിക്കില്ല. അങ്ങനെ നല്ല ഭയങ്കര സുഖമാണ് ഇവിടെ. ഇപ്പൊ നല്ല കാറ്റ്, ഇളം കാറ്റാണ്, നല്ല കാറ്റാണ്. ഇത് വേറെ വഞ്ചിയും പോണിട്ട്. അതെ കണ്ട, അപ്പൊ തന്നെ പോയിക്കൊണ്ട് നല്ല സ്പീഡിൽ പോവാണെങ്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ചേട്ടൻ നല്ല സ്പീഡില് തുഴയാണെങ്കിൽ പിന്നെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അയ്യോ കറക്കണ്ട ചേട്ടാ, വേണ്ട തല ചുറ്റും. ശരി ശരി ശരി. അവര് കറക്കണ പോലെ ഞങ്ങളെ കറക്കണം കേട്ടാ. കൂടുതൽ സമയം കറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ ഛർദിക്കാൻ വരും ചേട്ടാ. അതല്ലേ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. മതി ഇത്രയ്ക്ക് എൻജോയ് ചെയ്താൽ മതി ചേട്ടാ. നിർത്തി ആള് നിർത്തി. ഇനി തന്നെ നിൽക്കും. കട കറക്കണട്ടാ. ഇത്രയും നല്ല അനുഭവം ഇങ്ങോട്ട് ചാണ്ടിയുടെ അവിടേക്ക് വരുമ്പോ നമുക്ക് കിട്ടുന്ന വിചാരിച്ചില്ല കേട്ടാ. ഭയങ്കര പ്രശ്നം. വണ്ടിയിൽ പോകുമ്പോ ഛർദിക്കണവരൊന്നും ഒരിക്കലും ഈ സാഹസത്തിന് മുതിര അല്ല. സാഹസത്തിനല്ല, ഇങ്ങനെ കറക്കിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ കറക്കിപ്പിക്കരുത്. ഇത് ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല ചേട്ടാ. ഇത് നിർത്താൻ നിർത്തിക്കോ. അപ്പോ മറ്റേ തട്ടുകടയിൽ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇതിൽ കേറിയിട്ട് ഇതുപോലെ വട്ടം കറങ്ങരുത് കേട്ടാ. അത് ചിലവർക്ക്, എനിക്ക് എന്നെ പോലുള്ളവർക്ക് കുഴപ്പമില്ല സരിത. അല്ലെന്ന് എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മള് തിരിച്ചു പോകാനാ ഇറങ്ങാ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെ, നമ്മള് തിരിച്ചു പോകാനാ. ഇരുട്ടായി കണ്ട, പെട്ടെന്ന് ഇരുട്ടായി. നല്ല നല്ല രസാ കാണാൻ, നല്ല ഭംഗിയുണ്ട്, ശാന്തത. ആകാശത്തെ അല്ല, ആകാശം ഒരു മേഘാവൃതമാണ്. എവിടെ മേഘം? മേഘങ്ങളല്ല, ഇത് നീലാകാശത്തിലല്ലോ. നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഓരോ നക്ഷത്രങ്ങൾ കാണാനുണ്ട് അവിടെ ഇവിടെയൊക്കെ. വേണമെങ്കിൽ ആള് തുഴയുന്നു വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പൊ നല്ല രസമായി. മറ്റാള്
എന്റെ ഇയാള് തുഴയണത് രസല്ലേ? ആള് തോന്നുന്നത് ഈ കാണില്ല. ചേട്ടന് വിഷമവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. മുതലൊന്നില്ല നീളത്തില് എന്റെ കൈമ കൊണ്ട് എന്തായിരുന്നത്? എന്നിട്ടായിരുന്നത് ചേട്ടാ? മീനോ ഒരു അല്ല മറ്റേ സാധനം ചണ്ടിയായിരിക്കും. ചണ്ടി ഒരു കൊട്ടയില് 4 പേർക്കാണ് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടാ. 4 പേർക്ക് ഡ്രൈവർ അടക്കം 5 പേര്. ഈ വഞ്ചി തുഴയണല്ലേ ഇവർക്കുള്ള പ്രത്യേകത എന്താ പറയുക, ഇവരെ ഈ കൈകളില്ലേ ഭയങ്കര ഇവർക്ക് ഭയങ്കര ബലം മാത്രല്ല കൊണ്ടുപോയിട്ട് നമ്മുടെ ഇവിടെ ഇട്ടാലോ, ഈ സൈഡില്ലേ ഭയങ്കര പവറായിരിക്കും. ചേട്ടാ നമ്മുടെ കുളത്തിൽ അല്ല, ഞാൻ എന്റെ ചേട്ടനോട് അത് എടുത്ത് കളയും. അതെ, നമ്മുടെ പിലോപ്പികളുടെ കുളത്തിൽ ബോട്ടുണ്ട് കേട്ടാ. മറ്റേ കുഞ്ഞി ബോട്ട്, പെഡൽ ബോട്ട് നമ്മളെ ചവിട്ടണം 200 രൂപ എന്നത്. ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇതേപോലെ ഇരിക്കാൻ പറ്റും. അതെ, ഇങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മളെ തടയട്ടാ ചേക്കേറാൻ പോകുന്നു, അവരവരുടെ കൂടുകളിലേക്ക് കൂടണയാൻ പോകുന്നു. നമ്മളും തീരത്തണയാൻ പോകുന്നു. തീരത്തെ തറയി നമ്മളെത്തിയിട്ടാ എത്തിക്കൊണ്ടിരിക്കണം.